അപ്പം നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിൽ ടൂർ. വെറും ടൂറല്ല, നമ്മുടെ KSRTC സൂപ്പർ ഫാസ്റ്റ് വെച്ചിട്ടുള്ളൊരു ടൂറാണ്. ഞാൻ ഓൾറെഡി കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് എൻ്റെ തലയിൽ ഒരു വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യാം. സോറി ആഡാട്ടോ, ഈ ആഡ് കാണേണ്ടി വരും. ഞാൻ രണ്ടോടെ സ്കിപ്പ് ചെയ്ത് വിടുന്നുണ്ട്. ഓക്കെ, ലോഡിങ് എന്നാണ് കാണിക്കുന്നത്. വെയിറ്റ് ചെയ്യാം. ഇത് ചിലപ്പോൾ കുറച്ചൊരു ഉണ്ട്. 90 ദിവസം ഞാൻ എൻ്റെ വേണ്ട ഗ്യാരേജിൽ പോയിട്ട് റിപ്പയർ ചെയ്യാം. റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ ഗൈസ്. ഓക്കെ, നമുക്കിനി ടൂർ മോഡ് എടുക്കാം. റീസ്റ്റാർട്ട്. യെസ്, നമുക്ക് അയ്യോ സോറി ഗൈസ്, വെരി സോറി. നമുക്ക് ഫാമിലി അതിന് ജ്യൂസ് ഇതുകൊണ്ട് അത് നോക്കാം. സോറി ഗൈസ്. പിന്നെ ഈ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിൽ നമ്മൾ ഇങ്ങനെ ഈ ഓഫ്ലൈനായിട്ട് കളിക്കാനും പറ്റത്തില്ല. എന്നാൽ ആളോടാണ് ഗെയിമിൻ്റെ ഇടയിൽ എന്തായാലും ആൾ വരത്തില്ല. അത് നമുക്കൊരു സമാധാനമാണ്. നമുക്ക് ഇവിടെ ഗെയിം സ്റ്റാർട്ടാവുന്നുണ്ട്. നമുക്ക് നേരം വെയിറ്റ് ചെയ്യാം. ഇത് ഗെയിമിൽ തന്നെ മാപ്പാണ്. ഞാൻ വേറെ മാപ്പ് കൊണ്ടുവരാൻ പരമാവധി ശ്രമിക്കാം. ഓക്കെ ഗൈസ്, ആണ് നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നാളെ ഈ വണ്ടിക്ക് അത്യാവശ്യം നല്ല സ്പീഡ്, നല്ല പിക്കപ്പ് ഉണ്ട് കേട്ടോ ഗൈസ്. സോ ഗൈസ്, ഈ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിക്കും. പുള്ളി ഒരു യൂട്യൂബറും കൂടിയാണ്. ഞാൻ വിളിച്ച് കാണിച്ചു തരാവേ. അതായിട്ട് ഞാനൊരു ഷോർട്സ് ഇടാം. ഞാനതൊരു വീഡിയോ ഇട്ടിടാം. അയ്യോ ഗൈസ്, വഴി മാറിപ്പോയി. കുഴപ്പമില്ല. നമുക്ക് കാണാം. നേരെ കത്തിച്ച് വിടാം. ഇനി നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ വഴിയിൽ അധികം ആൾക്കാരും പോകാറില്ല. വല്ലപ്പോഴും കുറച്ച് ചെറിയ വണ്ടികളെ ബ്രേക്ക് കുറച്ച് കുറവാട്ടോ. സോ നമ്മൾ ഇവിടുന്ന് സ്ട്രെയിറ്റ് അടിക്കുകയാണ്. ഈ വഴിയാണ് നമുക്ക് പോകേണ്ടത്. ഇത് നല്ലൊരു ക്ലീൻ റോഡാണ്. സ്ട്രെയിറ്റ് പോയിട്ട് റിവേഴ്സ് എത്തിയേട്ടോ.
സോ അവിടെ നമുക്ക് സ്കിപ്പ് ചെയ്യണം. ഇനി നമുക്ക് ഒരു ന്യൂട്ടൺ എടുക്കണം. സോറി ഗൈസ്, കൊച്ചു പൊന്നു എൻ്റെ കയ്യിൽ പോകും. കാര്യം നമ്മൾ തെറ്റാണ്. പക്ഷേ നമ്മൾ ഓടിക്കുന്ന ഏത് വണ്ടിയാ? KSRTC വീഡിയോ ഉണ്ട് നമ്മുടെ കൂടെ, പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഇന്തോനേഷ്യ, കേരള ആയിരുന്നെങ്കിൽ ഇപ്പം അവന്മാരുടെ വണ്ടി ഇപ്പം പോയേനെ. ഇപ്പം നമ്മുടെ വണ്ടി പോയേനെ. ഞാൻ ചെറുതായിട്ടൊന്ന് സ്പീഡ് കയറ്റിയതാണ്, വണ്ടിയുടെ കൺട്രോൾ വെക്കുന്നത്. അതാണ് ഗൈസ്, വണ്ടിക്ക് ഭയങ്കര സസ്പെൻസ്. എവിടെ നോക്കിയിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. നമുക്കിനി സ്ട്രെയിറ്റ് വിടാം. ഇയാളെ നമുക്ക് നോർത്തേക്ക് വിടാം. ക്യാമറ മാറ്റി പിടിച്ചാലോ? ഇപ്പം നമ്മുടെ വണ്ടിയുടെ പിക്കപ്പ് വന്നു. കാരണം നമ്മുടെ വണ്ടിയുടെ ഇവിടെ റിപ്പയർ ഷോപ്പ് ഇല്ല കേട്ടോ. 81% നമുക്കിതാ ഇവിടെ വേറെ വണ്ടിയൊന്നും വരുന്നില്ല. സോറി, ഇതൊരു അമേരിക്കൻ. സോ ഇത് ലോഡാകുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യാനാ? നമ്മുടെ തന്നെ വേറെ ഏതോ ഡെലിവർ പാസഞ്ചേഴ്സ് ടു. അയ്യോ, ഓക്കെ, നമ്മളതാണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു നെക്സ്റ്റ് ഹബ് എന്ന് പറയുന്നൊരു വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. അവിടെ നമുക്ക് ഈ ഗെയിമിങ്ങിൻ്റെ എല്ലാ സംഭവമുണ്ട്. അതായിരിക്കും ഞാൻ അടുത്തായിട്ട് വീഡിയോ ഇടാൻ പോകുന്നത് മിക്കവാറും. ഓക്കെ, നമ്മളവിടെ റോങ് സൈഡ് കയറിയതാണ്. വണ്ടി നല്ല സ്പീഡുണ്ട് കേട്ടോ. വണ്ടി കൊള്ളാലോ, എത്ര ഹെൽത്ത് പോയി. എന്നിട്ട് വണ്ടി നല്ലൊരു പിക്കപ്പ് ഉണ്ട് കേട്ടോ. KSRTC വണ്ടിയാണ്, അതുകൊണ്ടാണ്. ഓക്കെ, ഇത് 200 കടക്കുന്നു. 200 ടച്ച് ചെയ്തു. ഇപ്പോൾ 94 ഇല്ല, 200 കടക്കുന്ന വണ്ടിയാണ്. ഇപ്പോൾ എൻ്റെ ഹെൽത്ത് പറഞ്ഞുകൊണ്ടാണ്. സ്പീഡ് ബ്രേക്കർ എത്രയുണ്ട്? സോ ഗൈസ്, നമ്മൾ കണ്ട ഡെസ്റ്റിനേഷൻ എത്താറായില്ലേ? ഞാനിനി എൻ്റെ വീഡിയോയിൽ ഞാൻ എപ്പോഴും
ഇനി ഞാൻ പരമാവധി ബസ് സിമുലേറ്റർ കൊണ്ടുവരാൻ നോക്കാം. കാരണം ആ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ നോക്കിയിട്ടുണ്ട്, ഈ എല്ലാ യൂട്യൂബേഴ്സും ഈ ബസ് സിമുലേറ്റർ എടുക്കുമ്പോഴുണ്ടല്ലോ ഭയങ്കര വ്യൂവേഴ്സാണ്. സോ ഗൈസ് എല്ലാവരും ഒരു ലൈക്ക് അടി കേട്ടോ. ഞാനീ പറയുന്നത് എന്തിനാ ഈ സോ ഗൈസ് നമ്മൾ കണ്ട് തിരിച്ചു പോവാണ്. അതുകൊണ്ട് പെട്രോൾ പമ്പ് പെട്രോൾ ഉണ്ടോ? ഉണ്ട്. നമ്മളിവിടെ പാസഞ്ചേഴ്സിനെ ഇറക്കാം. സ്കിപ്പ്. നമുക്ക് ഇവിടെ നിന്ന് കറങ്ങി നോക്കാം. ഈ പാടത്തിലൊക്കെ നമുക്കൊന്ന് കയറി നോക്കിയാണ് കാശ്. റിട്ടേൺ പോകണം. എവിടെയാണ് പോകേണ്ടത്? ഇത് പാസഞ്ചേഴ്സ് തമൻ നാഷണൽ ബാലർ. അതൊരു മ്യൂസിയം പോലത്തെ ഒരു സാധനമാണ്. മഴ പെയ്യുന്നുണ്ടല്ലോ. ബഗ്ഗടിക്കുന്നുണ്ടല്ലോ ഹെൽത്ത് നല്ല കുറഞ്ഞിട്ടുണ്ട്.
ഓക്കെ, വണ്ടി ആക്സിലറേഷൻ പിടിച്ചിട്ട് ഈ ബസ്സിനകത്തുനിന്ന് ഒരു മിത്തായിട്ട് കാര്യം, നമ്മൾ ഈ സാധാരണ ആക്സിലറേഷൻ ക്ലച്ച് പിടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് വണ്ടി തെറിക്കത്തില്ല. അതേ രീതിയിലാണ് ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടുള്ള ഇത് നിരപ്പായിട്ട് വണ്ടി പോകത്തില്ല. നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യണം. എൻ്റെ വണ്ടി തെറിച്ച് എണീക്കുന്നുണ്ട്. അത് ഞാൻ ഗെയിം ഡെവലപ്പറിന് ഒരു വലിയൊരു തംസപ്പ് കൊടുക്കണം. ഇയാളാരാ? നമുക്ക് 90 പോകുന്നു. നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താറായതാണ് എൻ്റെ ഒരു സർവീസ്. സോ എൻ്റെ ഹെൽത്ത് നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്. ഫുൾ ആക്സിഡൻസിനാണ് വെച്ചിട്ട് നമുക്കിനി എന്തായാലും ഈ ബസ് നല്ലപോലെ ഇതാക്കണം. ഈ ബസ്സിൻ്റെ ഒരു സൗണ്ട് എത്തിത്തരാം. സാധാരണ ഇതിൻ്റെ സൗണ്ട് KSRTC അടൂറാണ് കേട്ടോ. ഇത് ബസ് ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഏട്ടനൊന്ന് ചെക്കൗട്ട് ചെയ്ത് തരും. സ്ഥലത്തെത്തി. ട്രിപ്പ് കഴിഞ്ഞില്ലേ? റിട്ടേൺ ടു ബാംഗ്ലൂർ. സോ ഗൈസ്, ഇതിൻ്റെ പിക്കപ്പ് നിറച്ചും പോയി. ഇനിയിപ്പോൾ ഇതിൻ്റെ സൗണ്ട് വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നമുക്കെന്തായാലും റിട്ടേൺ ഞാൻ പിന്നെ വൈപ്പര
ഓ എനിക്ക് പൈസ കുറയത്തേ ഉള്ളൂ തോന്നുന്നു. കുറേ പേര് ഫെഡപ്പായി. ഫെഡപ്പായി കേട്ടോ. 27 പേര് ഫെഡപ്പായി. 80 പേരാണ് പാസഞ്ചേഴ്സ്. അതിൽ 27 പേര് ഫെഡപ്പായി. എന്തായാലും ഇപ്പോൾ 65 ഓൾറെഡി ആകെ ഉള്ളൂ. ഞാൻ കാണിച്ചിട്ട് ഭയങ്കര ഇനി നമുക്ക് പേടിക്കാനില്ല. എന്ത് ദൂരം. പിന്നെ എവിടെയും കട്ട് ചെയ്യുന്നില്ല. ഈ പരസ്യം പിന്നെ മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും. ഏത് ചെക്കൻ നമുക്ക് റൂൾസ് ബാധകമല്ലേ? ഓക്കെ നമ്മൾ പരമാവധി അവന്മാരെ വെട്ടിച്ചെടുക്കാൻ നോക്കുന്നുണ്ട്. എനിക്കിനി ഏതൊരു വണ്ടിനെ കണ്ടാലും അതിന് ഓവർടേക്ക് ചെയ്യാണ്ട് സമാധാനമില്ല ഗൈസ്. എൻ്റെ വണ്ടി പിന്നെ 40 താഴെ ഹെൽത്ത് കുറഞ്ഞിട്ടുണ്ട്. എനിക്ക് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് റിപ്പയർ ചെയ്യണം. ഇവിടെ എന്തൊരു ഷോപ്പുണ്ടല്ലോ. റിപ്പയറിങ് ഷോപ്പാണോ? അല്ല ഹോട്ടലാണ്. പക്ഷെ 2 എന്നാ ചെയ്യാനാ. നല്ല ദൂരമുണ്ട് കേട്ടോ ഗൈസ്. ഇവനാണ് കൊമേരിക്കലും ബ്രേക്കും വരുന്നുണ്ട്. അത് ഞാനൊന്ന് കണ്ടിട്ട് വരാം ഗൈസ്. നമ്മൾ ആടി കണ്ടു. ഗെയിമിൽ ഓടാവുന്നുണ്ട്. ഓക്കെ നമുക്കിനി ഇനി കുറച്ച് ദൂരമുള്ളൂ കേട്ടോ ഗൈസ്. ഇവിടുന്ന് ഞാൻ കുറച്ച് ദൂരെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഈ സ്ഥലത്തിൻ്റെ പേരിന് മഞ്ഞുവാങ്കി. ഈ ഇന്തോനേഷ്യയിലെ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് വായിക്കൊള്ളത്തില്ല. ഓക്കെ നമ്മൾ കണ്ട് ഡെസ്റ്റിനേഷൻ എത്താറായില്ലേന്ന്. എന്തേലും ആട്ടെ, എത്തായാലും എത്തിയില്ലേലും ഞാൻ ഈ വീഡിയോ മൊത്തം കഴിഞ്ഞിട്ട് നിർത്തത്തുള്ളൂ കേട്ടോ.
ഗൈസ്. കഴിഞ്ഞു. നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി ഗൈസ്. ഫൈനലി. ഗൈസ് 59 രൂപ. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ. അപ്പോഴത്തേക്ക് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരും. പുതിയ വീഡിയോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോസ്ബിൻ, അതായത് ജോസ്ബിൻ ബ്ലോഗ്സ് എന്ന് പറയുന്ന യൂട്യൂബറിനെ കൊണ്ട് നമ്മൾ നെക്സ്റ്റ് ജെൻ ഹബിൽ പോകുന്നതാണ്. ജോസ്ബിൻ എന്ന് പറയുന്ന യൂട്യൂബർ എൻ്റെ ക്ലാസ്മേറ്റാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് പഠിക്കുന്നത്. ഓക്കെ, അവനും ഞാനും കൂടെ കൂടിയിട്ട് നെക്സ്റ്റ് ജെൻ ഹബിൽ പോകുന്ന ഒരു വീഡിയോ ആയിരിക്കും വരുന്നത്. അതിന് മുന്നേ ഞാൻ ചിലപ്പോൾ അവന് വീഡിയോ കോൾ വിളിക്കുന്ന ഒരു വീഡിയോയും കൂടെ വരുമായിരിക്കും. അപ്പോൾ ഏതാണെന്ന് നമുക്ക് അത് കഴിഞ്ഞിട്ട് ആലോചിക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്താണ് ബെൽ ബട്ടൺ കൂടെ എന്നെ വിളിച്ചത് നോട്ടിഫിക്കേഷൻ ചെയ്തിട്ടു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.